അല ഉൽ മഅരി അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ സുലൈമാൻ അൽ ഖാദി അത്തനൂഹി അൽ മഅരി. അദ്ദേഹം മഅറത്തുൻ നുഅ്മാനിലാണ് ജനിക്കുന്നത്. ഹലബിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയിലുള്ള സിറിയയിലൊരു സ്ഥലമാണ് മഅറത്തുൻ നുഅ്മാൻ. പിന്നെ ഇത് ജനിക്കുന്നത് ഹിജ്റ വർഷം 363 അഥവാ മീലാദി വർഷം 973. റഹീനുൽ മുഹബ്ബിസൈൻ, 2 കാരണങ്ങളെ കൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നു എന്ന് പറയാം, അഥവാ ജയിലറെ തുറങ്കലടിച്ചു എന്ന്. ഒന്ന്, ഇവരെ കണ്ണ് കാണാത്ത ഒരാളാണ്. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. 2, എപ്പോഴും വീട്ടിൽ തന്നെ പുറത്തിറങ്ങാതെ വീട്ടിൽ സ്വയം ഇരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് റഹീനുൽ മുഹബ്ബിസൈനി എന്നു പേര് വന്നത്. ഹക്കീമു ഷുഅറ ആണ്, ഷായറുൽ ഹുക്കമ ആണ്, ഫൈലസൂഫുൽ അർബ ആണ്, ഷായറുൽ ഫലാസിഫയാണ്. 3ാമത്തെ അബ്ബാസി കാലഘട്ടത്തിൽ അവസാനത്തെ കവിയാണ്. അതിൽ 3ാം ഘട്ടം തുടങ്ങുന്നത് മുത്തനബി, അവസാനിക്കുന്നത് മാരി. അദ്ദേഹത്തിൻ്റെ കബീല അത്തനൂഹി. ഈ പേര് പഠിക്കുമ്പം തന്നെ പഠിക്കുക, അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ സുലൈമാനു തനൂഹി എന്നാണ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ വേറെ കബീല പഠിക്കേണ്ടതില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ അഹ്കമു ശുഅറ ബഅദൽ മുത്തനബി, മുത്തനബിക്ക് ശേഷം ഏറ്റവും നല്ല ഹിക്മത്ത് പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ വലിയ പണ്ഡിതനാണ്, ഉമ്മ ആലു സുബ്ഖിയാണ്. 4ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 3ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനേക്ക് ജുദരി ബാധിച്ച് കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹം അവസാനം ഒരു മുഅസ്ഫറായ ഒരു ചുവന്ന ഡ്രസ്സാണ്, കുങ്കുമപ്പായുള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചത്. അഥവാ ആ സമയത്തുള്ള ആ ചുവന്ന നിറമല്ലാതെ അദ്ദേഹത്തിലേക്ക് വേറെ ഒന്നും ഇവർക്ക് അറിയില്ല എന്ന് പറയപ്പെടുന്നു. കാലശിർ 11ാമത്തെ വയസ്സിൽ അദ്ദേഹം കവിത പാടിയിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം ഷാമിലേക്ക് അറിവ് പഠിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ബഗ്ദാദിലേക്ക് പോയി. അങ്ങനെ നീണ്ട വർഷത്തിന് ശേഷം മഅറയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. തൊറാബിലിസിൽ ഫലസ്തീനിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം സ്വയം വിവാഹം കഴിക്കൂല എന്ന് തീരുമാനിച്ചു, അഥവാ വിവാഹം തനിക്ക് ഹറാമാണെന്ന് തീരുമാനിച്ചു. ദിവസവും നല്ല സ്വതക്ക ചെയ്യുന്ന ആളാണ്. എല്ലാ വർഷവും 300 ദീനാർ സ്വതക്ക ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം തൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു എഴുതാൻ വസിയത്ത് ആദാ മാ ജിനാഹു അബി അല ഒമാ ജനഹത്തു അല അഹദീൻ, ഞാൻ എൻ്റെ ഉപ്പയുടെ തെറ്റാണ്, ഞാൻ ഒരാൾക്കും ഭാരമായിട്ട് തെറ്റുകാരനായിട്ടില്ല എന്ന് അദ്ദേഹം തൻ്റെ ഖബറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കവിത കൊണ്ട് മാ ഖാന കിതാബത്തുഹു, അദ്ദേഹം കവിത എഴുതിയിരുന്നത് എന്തെങ്കിലും ക്യാഷ് കിട്ടാനോ ജീവിക്കാനോ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദീന് ഖുറാഫത്താണ്. അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. ഇടയ്ക്ക് അവർ സൂഫിസം പറയും, ഇടയ്ക്ക് ഹിന്ദു ബ്രാഹ്മണ ഫൽസഫി നല്ല സ്വാധീനിച്ച ആളായിരുന്നു. ഒരു ദൈവനിഷേധിയായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പോൾ ഒരു ദീൻ എന്താന്നുള്ളത് അദ്ദേഹം ആ ദീൻ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെയാണ് മൂപ്പരൊരു വിശ്വാസം. ഒരു ദുന്യാവിനോട് സുഹദുള്ള രൂപത്തിലാണ് ജീവിച്ചത്. അദ്ദേഹം മാംസഭക്ഷണം കഴിക്കാറില്ല. പറയുന്നുണ്ട് 45 വർഷം അദ്ദേഹം മാംസം കഴിച്ചിട്ടില്ല. നെയ്യുള്ള ഭക്ഷണം കഴിക്കൂല, പാല് കഴിക്കൂല, മുട്ട കഴിക്കൂല, തേന് കഴിക്കൂല, ഇതൊന്നും അദ്ദേഹം കഴിക്കാറില്ല. അദ്ദേഹം ഒരേയുള്ള വസ്തു, ഇങ്ങനെയൊരു സൂഫിസമായിട്ടുള്ള ഒരു സുഹദ്, പ്രപഞ്ചത്യാഗം, അങ്ങനത്തെ ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാൻ, ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മതി. സഖ്തു സിന്ദ 3000 ബൈത്ത് അതിലുണ്ട്. 2ാമത്തത് ലുസൂമിയാത്ത് 11,000 ലുസും അലയൽസം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോസക്ത് എന്ന് പറയുന്ന ഒരു ഷറഹ് സിക്തുസന്തക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൽസഫൊക്കെ ഇംഗ്ലീഷിലേക്ക് അമീർ റൈഹാനി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ
ഇദ്ദേഹം നല്ല ഷത്രഞ്ച്, ചെസ്സ് കളി പോലത്തെ ഒരു കളി നല്ലോണം കളിക്കുമായിരുന്നു. 449 മരണപ്പെട്ടു, അഥവാ 1057 മരണപ്പെട്ടു. 76 വയസ്സ്. മഅറയിൽ തന്നെയാണ് മരണപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിത, യുവത്വകാലത്ത് എഴുതിയ കവിതകളുണ്ട്. ഓക്കെ. പിന്നെ അദ്ദേഹം വയസ്സായ സമയത്ത് എഴുതിയ കവിതകളുണ്ട്. ആദ്യത്തെ ഷബാബിൻ്റെ കാലത്ത് എഴുതിയ മുബാലഅത്ത് നല്ല തക്കല്ലുഫോട് കൂടെ മുത്തനബി അനുകരിച്ചിട്ടാണ് എഴുതിയത്. കുഹൂലത്തിൽ പ്രായമായ സമയത്ത് മുബാലത്തൊക്കെ കുറച്ച് തക്കല്ലുഫ് കുറച്ച് എഴുതിയ ഗ്രന്ഥമാണ്. യന്നീറാനു തഹ്സനു മിൻ ബഅദി, ഇതൊക്കെ മുപ്പര ബൈത്തുകളാണ്. ഓക്കെ. ഇബ്നു ഖല്ലിക്കാൻ തന്നെ പറയുന്നുണ്ട്, അബുൽ കസീറു മിനൽ ബഹസീന, ഒരുപാട് ബഹസുകൾ നടന്നിട്ടുണ്ട്. തസാനീഫി ആറാ ഉൽ മഅരി, മഅരിയുടെ ഫൽസഫയിലും ചിന്തയിലും ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബഹസുകൾ നടന്നിട്ടുണ്ട്. ഇബ്നു ഖല്ലിക്കാൻ അല്ലേ, വഫയാത്തുൽ അയാൻ്റെ മുസന്നിഫാണല്ലോ. അബൂ സക്കരിയ തിബ്രിസി പറയുന്നു, മാ ആരിഫു അന്നൽ അറബ നുത്തിക്കത് ബി കലിമത്തിൻ വല യഅരിഫു അൽ മഅരി, അറബികൾ ഏതു വാക്കുച്ചരിച്ചു അതൊക്കെ ആർക്കറിയും, മഅരിക്കറിയും. കണ്ണ് കാണാതായിരുന്നിട്ടും മഅരി പറഞ്ഞത് നോക്കണേ, അന അഹ്മദുല്ലാഹ്, കണ്ണ് കാണാത്തതിൽ ഞാൻ സ്തുതിക്കുന്നു, അള്ളാഹിനെ സ്തുതിക്കുന്നു. കണ്ണ് കമാ യഹ്മദു ഖൈരിൽ ബസിർ, മറ്റുള്ളവർ കാണുന്നതിൻ്റെ മേലെ സ്തുതിക്കുന്ന അതേപോലത്തെ സ്തുതി ഞാനും അള്ളാഹിനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇനിയിപ്പോൾ ഗ്രന്ഥങ്ങൾ 70ഓളം ഗ്രന്ഥങ്ങളുണ്ട്. കിതാബുൽ അബ്സുൽ വലീദ്, ബുഖ്തുരിയുടെ ദീവാനെ നഖദ് ചെയ്യുകയാണ്. ബുഖ്തുരിയുടെ ദീവാന ഷർഹാണ്. കിതാബുൽ ഐക്ക് വൽ ഉസൂൻ, റിസാലത്തുൽ ഉഫ്റാൻ, കിതാബു റിസാലത്തു വൽ മലായിക, കിതാബു റിസാലത്തു സിന്ദിയ, ഷർഹുൽ ഉസൂമിയ, ദീവാനുൽ ഹമാസ, ലൗഉ സഖത, കിതാബു സലത്, റിസാലത്തുൽ ഫർദ്, റിസാലത്തു സാഹിൽ, റിസാലത്തുൽ മംബജ്, ഇക്ര ഹബീബ്, റിസാലത്തുൽ ഗരീദ്, കിതാബു റസാഇൽ ഖിസാർ, നളമുസ്സൂർ, അളാത്തുസ്സൂർ, റിസാലത്തുൽ ഹദിയ, കിതാബു റസാഇൽ, റിസാലത്തുൽ ഹനാ, ഫുസുലുൽ ആയാത്ത്. ഇതൊക്കെ മുപ്പര ഗ്രന്ഥങ്ങളാണ്. ഓക്കെ. ലൗഉസ്സഖത്ത് വ ദീവാനു ഷിർ ഉരിഫ ബിസ്മു ദർഇയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലൗഉസ്സഖത്താണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ കിതാബ് റിസാലത്തു വൽ മലായിക, മലക്കളുടെ തമ്മിലുള്ള ഒരു സംഭാഷണമാണെന്ന് ഓർക്കുക. റിസാലത്തുൽ ഉഫ്റാൻ, റിഹ്ലത്തു ഷഖ്സിയ, ഇബ്നുൽ ഫാരിൻ്റെ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര, അതാണ്. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നോക്കി വെക്കുക. റിസാലത്തുൽ ഫുസൂൽ വൽ ഓയാത്ത് ചിന്തകളാണ്, ഫിഖറാത്ത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.